ലോകത്തുണ്ടായ സംഘർഷങ്ങളുടെയെല്ലാം ഒരു വശത്ത് യുഎസിന്റെ സാന്നിധ്യമുണ്ട്. ഏറ്റവും ഒടുവിൽ ഇറാൻ യുദ്ധം. ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ചത് യുഎസ് ആണ്. അതിനു മുൻപും ഇറാനെ ഇസ്രയേലും പിന്നാലെ യുഎസും ആക്രമിച്ചു. യുഎസിന്റെ അധാർമികമായ നീക്കങ്ങൾ പലയിടങ്ങളിലും നമ്മൾ കണ്ടു. അടുത്തിടെ വിയറ്റ്നാമിൽ, ഇപ്പോൾ ഇറാനിൽ. ഇറാന്റെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണിത്. 11 മാസം നീണ്ട ഏറ്റവും ദൈർഘ്യമേറിയ ദൗത്യം പൂർത്തിയാക്കി അതിന്റെ താവളത്തിലേക്ക് അത് മടങ്ങിയിരിക്കുകയാണ്. ഇതിനു മുൻപ് ഇത്രയും ദൈർഘ്യമേറിയ ദൗത്യം വിയറ്റ്നാം യുദ്ധകാലത്തായിരുന്നു. സ്വന്തം താവളമായ വിർജീനിയയിലേക്ക് ജെറാൾഡ് ആർ ഫോർഡ് തിരിച്ചെത്തിയതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുഎസും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ നിർണായകമായ ദൗത്യമാണ് ഈ യുദ്ധക്കപ്പൽ വഹിച്ചത്. വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മറുഡോയെ പിടികൂടിയ ദൗത്യത്തിലും ഈ യുദ്ധക്കപ്പൽ പങ്കാളിയായി. 326 ദിവസമാണ് ഈ യുദ്ധക്കപ്പൽ തുടർച്ചയായി കടലിൽ ചിലവഴിച്ചത്. 50 വർഷത്തിനിടെ ഒരു വിമാനവാഹിനി കപ്പൽ നടത്തുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ദൗത്യമാണിത്. USS കോറൽ സി എന്ന യുദ്ധക്കപ്പൽ 1965-ൽ 329 ദിവസം കടലിൽ കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായ ഈ യുദ്ധക്കപ്പൽ 5000-ഓളം നാവികരാണ് ഉണ്ടായിരുന്നത്. ഈ ദിവസങ്ങളിൽ നിരവധി പ്രതിസന്ധികളിലൂടെ ഈ നാവികർ കടന്നുപോയി. ഇടയ്ക്കിടെ തീപിടുത്തങ്ങളുണ്ടായി. അതിനിടെ ഗ്രീക്ക് ദ്വീപായ ക്രീറ്റിൽ വെച്ച് കപ്പലിന് അറ്റകുറ്റപ്പണിയും നടത്തി. കഴിഞ്ഞ ജൂണിൽ വിർജീനിയൻ തീരത്ത് നിന്നാണ് യുദ്ധക്കപ്പൽ യാത്ര തിരിച്ചത്. തുടർന്ന് കപ്പൽ ആദ്യം മെഡിറ്ററേനിയൻ കടലിലേക്കാണ് പോയത്. പിന്നീട് നാവിക വിന്യാസത്തിന്റെ ഭാഗമായി കപ്പലിനെ കരീബിയൻ കടലിലേക്ക് തിരിച്ചുവിട്ടു. ജനുവരിയിൽ മറുഡോയെ പിടികൂടാനായി നടത്തിയ സൈനിക നീക്കത്തിൽ ഈ വിമാനവാഹിനി കപ്പൽ പങ്കെടുത്തു. ഇറാനുമായുള്ള സംഘർഷം രൂക്ഷമായതോടെയാണ് കപ്പലിനെ പശ്ചിമേഷ്യയിലേക്ക് കൊണ്ടുപോയത്. ഏകദേശം $13.3 ബില്യൺ, അതായത് ഏകദേശം 1 ലക്ഷം കോടിയിലധികം രൂപ ചിലവിട്ട് നിർമ്മിച്ചതാണ് ഈ കപ്പൽ. കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു സമ്പൂർണ്ണ വ്യോമതാവളമാണിത്. 1 ലക്ഷം ടണ്ണിലധികം ഭാരവും 337 മീറ്റർ നീളവും ഈ ഭീമൻ കപ്പലിലുണ്ട്. റഡാറുകളിൽ പെടാതിരിക്കാനുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ സഹായവും കപ്പലിലുണ്ട്. പരമ്പരാഗത വിമാനവാഹിനി കപ്പലുകളിൽ നീരാവി ഉപയോഗിച്ചുള്ള വിക്ഷേപണ രീതിയാണിത്. ഈ കപ്പലിൽ കാന്തിക ശക്തി ഉപയോഗിച്ചാണ് വിമാനങ്ങളെ പറന്നുയരാൻ സഹായിക്കുന്നത്. ഇത് വിമാനങ്ങളുടെ യന്ത്രഭാഗങ്ങൾക്ക് നൽകുന്ന ആഘാതം കുറയ്ക്കുകയും യുദ്ധവിമാനങ്ങളെ കൂടുതൽ വേഗത്തിലും കൃത്യതയിലും ആകാശത്തെത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഊർജാവശ്യങ്ങൾക്കായി 2 ബെക്ടെൽ A1B ആണവ റിയാക്ടറുകളാണ് ഈ കപ്പലിലുള്ളത്. പഴയ കപ്പലുകളേക്കാൾ 3 ഇരട്ടി വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളവയാണ് ഈ റിയാക്ടറുകൾ. 20 വർഷത്തോളം ഇന്ധനം നിറയ്ക്കാതെ തുടർച്ചയായി കടലിൽ പ്രവർത്തിക്കാൻ ഈ ആണവ റിയാക്ടറുകൾ കപ്പലിനെ പ്രാപ്തമാക്കുന്നു. 90-ലധികം യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും ഒരേ സമയം വഹിക്കാൻ ഈ കപ്പലിന് ശേഷിയുണ്ട്. ശത്രു രാജ്യങ്ങളുടെ റഡാറുകളെ വെട്ടിച്ച് ആക്രമണം നടത്താൻ ശേഷിയുള്ളവയാണ് ഇതിലെ F-35 വിമാനങ്ങൾ. അന്തർവാഹിനികളെ തകർക്കാൻ ശേഷിയുള്ള സീഹോക്ക് ഹെലികോപ്റ്ററുകളും ഈ കപ്പലിലുണ്ട്.